ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ക്ലാസ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളെ ബിസിനസ് സ്റ്റഡീസിലെ നമ്മളെ NIOSലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയില്ലേ, നമ്മളെ എക്സാം ഒക്കെ അടുക്കാറായി. നമുക്ക് ഇനി ഏകദേശം 1 മാസത്തിലെ, ഒരു മാസത്തന്നെ ഉള്ളൂ എന്ത് എക്സാമിനുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കോഡ് നമ്പർ ആയിട്ടുള്ള 320 എന്ന് പറയുന്ന ബിസിനസ് സ്റ്റഡീസിലെ ഒരു 2025 വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യണേ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ, ക്വസ്റ്റ്യന്റെ മോഡൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം അല്ലെ, എത്രയാണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് 51 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത് കേട്ടോ. 51 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അതിൽ നമുക്ക് എന്തുണ്ട്, 20 ക്വസ്റ്റ്യനോളം നമ്മളെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് 20 ക്വസ്റ്റ്യൻ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് 21 to 35 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഒരു 6 ആയിട്ട് വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന നമുക്ക് എന്താണ്, കുറച്ച് ലോങ് ടൈപ്പ് ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ എയില് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, എന്താണ്, വിച്ച് ഫാക്ടർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എക്കണോമിക് എൻവയോൺമെന്റ്. എക്കണോമിക് എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്? നമ്മൾ ചാപ്റ്റർ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, എക്കണോമിക് എൻവയോൺമെന്റും നോൺ എക്കണോമിക് എൻവയോൺമെന്റും എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ എക്കണോമിക് എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടാക്സ് പോളിസി, കൾച്ചറൽ വാല്യൂസ്, ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആൻഡ് സോഷ്യൽ ട്രെൻഡ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഏതാണ്? ടാക്സ് പോളിസി ആണ് കേട്ടോ. ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് പോളിസി ആണ്. ആൻഡ് അതർ വൺ, അതായത് സോഷ്യൽ ട്രെൻഡ്, കൾച്ചറൽ വാല്യൂ, ഡെമോഗ്രാഫിക് ചേഞ്ച്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്? നോൺ എക്കണോമിക് എൻവയോൺമെന്റിലാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. ഓക്കെ, നിങ്ങൾ നോക്കുക, നോട്ട് എ സ്റ്റെപ്പ് എന്നാണ് അല്ലേ അവിടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, സ്റ്റാഫിംഗ് എംപ്ലോയീസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഏതാണ്? നമ്മളെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എംപ്ലോയീസ് അല്ലേ. അതായത് എന്താണ് സ്റ്റാഫിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്ന പ്ലാനിങ്ങിൽ ഫംഗ്ഷനിൽ പെട്ടതാണോ? അല്ല. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, പ്ലാനിങ് പ്രിമൈസസ് ഡെവലപ്പ് ചെയ്യുക, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതെല്ലാം നമ്മളെ പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. ബട്ട് സ്റ്റാഫിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്നതല്ല. ഓക്കെ, ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് ഇന്ത്യ സെല്ലിംഗ് സ്പൈസസ് ടു ദ USA ഇൻ ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഇന്ത്യ ഇതിലേക്കാണ്, USA എന്ത് ചെയ്യണത്, അവരെന്ത് ചെയ്യണം, സ്പൈസ് സെല് ചെയ്യുന്നത്. അത് എന്താണ്, എന്ത് ട്രേഡ് ആണ് അവിടെ നടക്കുന്നത്? ദാറ്റ് ഈസ് എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, ഇതെന്താണ് നടക്കുന്നത്? എക്സ്പോർട്ട് ട്രേഡ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കയറ്റുമതിയാണല്ലേ ചെയ്യുന്നത്, കയറ്റുമതിയാണ് ചെയ്യുന്നത്. ഇന്ത്യ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് USA എന്താണ് സ്പൈസസ് സെല് ചെയ്യാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? കയറ്റുമതി ആയിട്ടാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, export trade. Okay, then the fourth question ആണ് the full form of B2C in e-commerce is. B2C, e-commerce B2C ന്റെ ഫുൾ ഫോം എന്തായിരിക്കും? ബിസിനസ് ടു കൺസ്യൂമർ. ഒരു ഇതുമില്ലല്ലേ, ഡൗട്ടും ഇല്ലല്ലേ, എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബിസിനസ് ടു കമ്പനി, ബയ്യർ ടു കമ്പനി, ബയ്യർ ടു കൺസ്യൂമർ. ഓക്കെ, സോ നമുക്ക് പഠിച്ചൊരാൾക്ക്, നമ്മൾ ഇ കൊമേഴ്സിന്റെ ചാപ്റ്റർ പഠിച്ചൊരാൾക്ക് എന്ത് മനസ്സിലാകും? B2C ന്റെ ഫുൾ ഫോം അറിയാൻ കഴിയും. ദാറ്റ് ഈസ് ബിസിനസ് ടു കൺസ്യൂമർ ആണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ആണ് the market where already issued securities are traded is called. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് എന്തായിരിക്കും? അത് ദാറ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് ആണ്. ഓക്കെ, ഇവിടെ പ്രൈമറി മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, മോണിറ്ററി മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ബട്ട് ദ ആൻസർ ഈസ് സെക്കൻഡറി മാർക്കറ്റ് ആണ്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് എൻട്രി പോർട്ട് ട്രേഡ് റെഫേഴ്സ്. എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ എന്താ, ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടി വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഹിയർ ഈസ് സി, ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് ദെൻ റീ എക്സ്പോർട്ടിംഗ് ദം വിത്തൗട്ട് യൂസിങ് ദം. ഓക്കെ, നമ്മൾ എന്താണ്, ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻട്രി പോർട്ട് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the seventh question ആണ്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ പ്രൈവറ്റ് കമ്പനി? ഒരു പ്രൈവറ്റ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, റെസ്ട്രിക്ട് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അത് പബ്ലിക്കിൽ വരുന്നതാണ് കേട്ടോ. എന്താണ് പ്രൈവറ്റ് കമ്പനിനെ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് റെസ്ട്രിക്ട് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് എന്താ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഏൺസ് മണി ത്രൂ. ഓക്കെ, അതായത് ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അവരെങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്? ദ ഓപ്ഷൻ ഇസ് മന്ത്ലി സാലറി ആണോ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ സർവീസ്, ഗവൺമെന്റ് പെൻഷൻ, ഡെയിലി വേജ്. ഓപ്ഷൻ ബി ആണ് അല്ലേ, അവരുടെ ബിസിനസ്സിൽ നിന്നോ സർവീസിൽ നിന്നോ അവർക്ക് കിട്ടുന്ന ലാഭത്തിലാണ് അല്ലേ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ സർവീസ് എന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ഡസ് നോട്ട് റിക്വയർ റീപേയ്മെന്റ്? റീപേയ്മെന്റ് ഇല്ലാത്ത ഏത് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇതിലുള്ളത്? ദ ഓപ്ഷൻ ഈസ് ബി ആണ്, ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എന്താണ്, ഇക്വിറ്റി ഷെയർസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോം ഓഫ് അഡ്വർടൈസിംഗ് അലൗ ദ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ദ ഓഡിയൻസ്? ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ഓഡിയൻസിൽ വരുന്നത് ഏതാണ്? നമുക്ക് ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ഏതാണ്, ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് പറയുന്നത്, ദ മെയിൻ പർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈസ്? എന്താണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാലേ, നമ്മളെ കമ്പനിയിൽ വരുന്ന ഒരു എംപ്ലോയിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവാലുവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, evaluate employees performance. Okay, and the next question that is question number 12 ആണ് പറയുന്നത്. എന്താ 12ൽ പറയുന്നത്, the document that contain rules and regulation for the internal management of company. അതായത് നമ്മളെ ഇന്റേണൽ മാനേജ്മെന്റ് കമ്പനിയിലെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിന് പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. സോ ദ ആൻസർ ഈസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. അവിടെ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദ ബാലൻസ് ഷീറ്റ് പോലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളെ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് കമ്പനിയിൽ നമ്മളെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഏത് ഡോക്യുമെന്റിലാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എയിലാണ്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. The next one ആണ് പറയുന്നത്, that is debenture are a type of. debenture എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഫിനാൻസിംഗ് ആണ്? that is debt financing ആണ്. ഓക്കെ, debenture എന്ന് പറയുന്നത് ഏത് ഫിനാൻസിംഗ് ആണ്? debt financing. so option B, the answer is debt financing. and the 14th question ആണ് പറയുന്നത്, which of the following is not a type of retail trade? retail trade അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റീറ്റെയിൽ ട്രേഡ് അല്ലാത്തത് ഇതിൽ ഏതാണ്? ദാറ്റ് ഈസ് റീറ്റെയിൽ ട്രേഡ് അല്ലാത്തതാണ് ഇമ്പോർട്ട് ട്രേഡ് ആണ്. ഓക്കെ, ഏതാണ്? ഇമ്പോർട്ട് ട്രേഡ്. ഇമ്പോർട്ട് ട്രേഡ് ഏതാണ്? എക്സ്റ്റേണൽ ട്രേഡിൽ വരുന്നതാണ്. സോ ഇമ്പോർട്ട് ട്രേഡ് ആണ് ഏതല്ലാത്ത? റീറ്റെയിൽ ട്രേഡ്, ദാറ്റ് ഈസ് ഇന്റർണൽ ട്രേഡ് അല്ലാത്തത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ് ഈസ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടാൽ തന്നെ അറിയാലോ എന്തൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, ഐഡന്റിഫൈയിങ് ഡീവിയേഷൻ. സോ ദ ആൻസർ ഈസ് എന്താണ്? സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ് എന്ത്? കൺട്രോളിംഗ് പ്രോസസ്സിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 16, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കമ്പോണന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ എക്സാമ്പിൾ ഓഫ് ലീഗൽ എൻവയോൺമെന്റ്? ലീഗൽ എൻവയോൺമെന്റിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഏതാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരിക്കും ലീഗൽ എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ബാങ്കിങ് പോളിസി, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഇതൊന്നും എന്തായാലും ലീഗൽ എൻവയോൺമെന്റ് അല്ല. ലീഗലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് ആക്ട് ആണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓക്കെ, ദെൻ 18th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തതിൽ ഏതാണ്? നമുക്ക് അറിയുന്ന കാര്യം, നമ്മളെ മാർക്കറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽ. സോ ഇതിലല്ലാത്തതായിട്ട് വരുന്നതാണ് ഏത്? കൺസ്യൂമർ ഗുഡ്സ്. ഓപ്ഷൻ ഡി ആണ് കൺസ്യൂമർ ഗുഡ്സ്. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 19,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് സ്കീം സപ്പോർട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ? സെൽഫ് എംപ്ലോയ്മെന്റ് അഥവാ സ്വയം തൊഴിലിന് പ്രാധാന്യം കൊടുക്കുന്ന ഏത് സ്കീമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓപ്ഷൻ ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന, മുദ്രാ ലോൺ സ്കീം, മിഡ് ഡേ മീൽ സ്കീം, സർവശിക്ഷ അഭിയാൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, മുദ്രാ ലോൺ സ്കീം. ഓക്കെ, മുദ്രാ ലോൺ സ്കീമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളെ സ്വയം തൊഴിലിന് പ്രാധാന്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, then the question number 20, the payment method in which customers pay when goods are delivered is called. Okay, അതായത് കസ്റ്റമർ നമ്മളെ ഗുഡ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ കസ്റ്റമർ നമുക്ക് പേ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ക്യാഷ് ഓൺ ഡെലിവറി. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ബി ആണ്, ക്യാഷ് ഓൺ ഡെലിവറി. ഓക്കെ, സോ ഇതാണ് നമ്മളെ 20 MCQ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. സോ നമ്മൾ ഇത് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ സെക്ഷൻ എയിൽ നമുക്ക് എങ്ങനെ വരുന്നത്? 20 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് 20 ടോട്ടൽ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ബിയിലേക്ക് പോകാം. ഓക്കെ, സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 14, ടോട്ടൽ 14 ക്വസ്റ്റ്യനോളം നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 14 ക്വസ്റ്റ്യൻസോളാണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഡാഷ് റെഫേഴ്സ് ദ ബൈയിങ് ഗുഡ്സ് ഫ്രം ദ മാനുഫാക്ചർ ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദ ഫൈനൽ കൺസ്യൂമർ. ഇതിന് എന്താണ് പറയുന്നത്? നമ്മൾ നോർമലി മാനുഫാക്ചേഴ്സിന്റെ ഇരുന്നോ ഹോൾസെയിലേഴ്സിന്റെ ഇരുന്നോ വാങ്ങിയിട്ട് അത് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? റീറ്റെയിൽ ട്രേഡ്. സോ ദ ആൻസർ ഈസ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബി ആണ് പറയുന്നത്. ഡാഷ് റെഫേഴ്സ് ടു ബൈയിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഫോർ സെയിൽ ഓഫ് അതർ ട്രേഡ്. ഓക്കെ, ഇത് ഏതാണ് പറയുന്നത്? നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ വാങ്ങുന്നതിന് പറയുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയട്ടോ. എന്താണ് ഹോൾസെയിൽ ട്രേഡ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയുന്നത്? ഗിവ് എനി 2 എക്സാമ്പിൾ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റിന്റെ എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് എന്ത് ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒരു ബിസിനസ് ഉണ്ടാവും. അപ്പൊ ഒരുപാട് എന്തുണ്ട്, വീട്ടമ്മമാരൊക്കെ കേക്ക് ബിസിനസ്സിലെ, അതുപോലെ ഹാമ്പേഴ്സ് സെറ്റിംഗ് ബിസിനസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് അവർ സ്വയമേ അവരുടെ കഴിവനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് നടത്താറുണ്ട് അല്ലെ? ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനോ, അതുപോലെ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഓൺ ചെയ്യാറുണ്ട് അല്ലെ? ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ 2 എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഗിവ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ്, ദാറ്റ് ഈസ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇന്റേണൽ ട്രേഡ് പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്തുണ്ടാകാം? നമുക്ക് നമ്മുടെ ഇതിൽ എന്ത് ചെയ്യാം? ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനും, അതുപോലെ എന്താണ് നമുക്ക് അവരുമായിട്ട് എന്താണ് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനും, അതുപോലെ എന്താണ് അത് നമ്മൾ ഇതിനെന്തുണ്ട്, നമ്മളെ പുരോഗതിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, then next one ആണ് നെയിം എനി 2 ഇ-കോമേഴ്സ് ബിസിനസ്. നമുക്ക് അറിയുന്നതാണ് ഇ-കോമേഴ്സിൽ വരുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ്? ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ എന്താണ് ഇ-കോമേഴ്സ് ബിസിനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, then 25th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് സ്റ്റേറ്റ് ദ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് എലമെന്റ്സുകൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് പറയുന്നതാണ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ലീഡർഷിപ്പ്. ഇതൊക്കെ എന്താണ്? എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് 26th ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ എനി 2 ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, നമുക്കറിയാലേ എന്തൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ട 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? ഒന്ന് എന്ത് വേണം? നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം അല്ലെ? നമുക്ക് എന്തും, അതായത് എന്താണ്, എന്തും നമ്മൾ നേരിടാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അവിടെ വേണം. പിന്നെന്താണ്? പ്രോഫിറ്റ് ലോസും ആര് തന്നെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം, അവർ തന്നെ. ഇപ്പൊ ലാഭമായാലും അതുപോലെ ലോസ് ആയാലും എന്ത് ചെയ്യണം? അത് അവർ തന്നെ എന്ത് ചെയ്യണം? ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, then 27
27th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ദ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് സ്റ്റാറ്റിക് ഇൻ നാച്ചർ. ആണോ? ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റാറ്റിക് ആണോ? ഫാൾസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് എന്താണ്? സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ബിസിനസ് എൻവയോൺമെന്റിൽ ഉള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ദ ചേഞ്ച് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ അൺപ്രഡിക്റ്റബിൾ. ശരിയാണ്. നമ്മളെ ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ചുകൾ എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് എന്താണ് കഴിയൂല, നമുക്ക് എങ്ങനെയാണ് അത് ഇതാക്കുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 27th ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദെൻ 28th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്? നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? ഒരു കമ്പനി അതിന്റെ സാധ്യതയുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഒരു കടം വാങ്ങിയ പണം അവർ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ആ കമ്പനി എന്ത് ചെയ്യാണ്? അവരുടെ എന്ത് ചെയ്യാണ്? സാധ്യതയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്? ലോൺ എടുത്ത് അഥവാ അവർ കടം വാങ്ങിയ പണം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. എന്താണ്? എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കാണുക? ഫിനാൻഷ്യൽ ലിവറേജ് കാണാൻ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റിൽ നിന്ന് ഇക്വിറ്റി ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് 29th ക്വസ്റ്റ്യൻ. ഓക്കെ, 29th ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെറിയ കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. നമുക്ക് നോക്കാം. അലയൻസ് ലിമിറ്റഡ് ഈസ് Alliance Limited is engaged in manufacturing plastic buckets. The objective of the company is to manufacture 100 buckets a day. To achieve this, the effort of all departments are coordinated and interlinked. The authority responsibility relationship is established among various job positions. There is clarity on which is to be reported to whom. Name the function of management discussed above. Give its importance. Okay, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് നമ്മൾ നോക്കുക? ദാറ്റ് ഈസ് ഓർഗനൈസിങ് ആണ്. ഏതാണ്? ഓർഗനൈസിങ് ആണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാല്? നമ്മൾ എല്ലാവിധ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? യോജിപ്പിക്കുന്ന ഒരു ഫംഗ്ഷന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ എന്താണ്? നമുക്കൊരു പൊതു ലക്ഷ്യം ഉണ്ടാവും. ആ ഒരു പൊതു ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അതിലേക്ക് എന്ത് ചെയ്യാണ്? കറക്റ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, Then 13th question ആണ് പറയുന്നത്, give 2 examples of advertising media. അഡ്വർടൈസിങ് മീഡിയക്കുള്ള ഒരുപാട് എക്സാമ്പിൾ, TV, ന്യൂസ് പേപ്പർ, റേഡിയോ, ഇതൊക്കെ എന്താണ്? നമ്മൾ അഡ്വർടൈസിങ് മീഡിയ ആയിട്ട് നമുക്ക് പറയുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ പറയുന്ന 31th question ആണ്, name the following with the reference of a joint stock company. ഓക്കെ, ഇതിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ പറയുന്ന ഏത് ഫീച്ചേഴ്സ് ആണ് ഇതിൽ പറയുന്നത് എന്നാണ് ചോദ്യം. The official signature of a joint stock company. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ? കോമൺ സീൽ. എന്താണ് പറയാ? കോമൺ സീൽ ആണ്. ദെൻ ബി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ദ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ മെമ്പേഴ്സ് ഹു മാനേജ് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ജോയിന്റ് കമ്പനി. ആരായിരിക്കും അത്? ദാറ്റ് ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല അവരുടെ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ദെൻ 32th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, that is identify the following financial decision. Okay, decision related long term investment. long term investment എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് അല്ലേ? ലോങ് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് പറയാ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് സെക്കൻഡ് വൺ. ഡിസിഷൻ റിലേറ്റഡ് ടു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ലോങ് ടേമിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും അതുപോലെ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസും ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിഫറൻഷിയേറ്റ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. എന്താണ് ഡെപ്റ്റും ഇക്വിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെന്താണ്? കടം എന്ന് വാങ്ങിയത് എന്താണ്? കടം വാങ്ങാൻ നമ്മൾ പണം വാങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? അത് പലിശ സഹിതം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചടക്കണം അല്ലേ? അപ്പൊ അങ്ങനെ വരുന്നത് അതിന് എന്തില്ല? നമുക്ക് ദാറ്റ് ഈസ് ഉടമസ്ഥാവകാശമൊന്നും ഈ എന്തില്ല? ഡെപ്റ്റിനില്ല. അതിനാണ് നമ്മൾ ഡെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഹരി ഉടമകൾക്ക് എന്ത് ചെയ്യാണ്? നമുക്ക്
ദാറ്റ് ഈസ് ഓഹരി ഉടമകൾക്ക് കടങ്ങൾ അടച്ചതിന് ശേഷം ലാഭത്തിൽ വരുന്ന നമ്മളെ അസറ്റിൽ വരുന്ന ലാഭത്തെയും നമ്മൾ പറയുന്നത്, അതിന് വരുന്ന ആ ഉടമസ്ഥാവകാശത്തെയാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്താണ്, നമ്മളെ കടങ്ങൾ അടച്ചതിന് ശേഷം അവർക്ക് എന്ത് വരും, അവർക്ക് അവരുടെ അസറ്റിൽ നിന്നൊക്കെ പ്രോഫിറ്റ് വരും. അതെന്ത് ചെയ്യാണ്, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു അവകാശങ്ങൾ, ആ ഒരു കമ്പനിയിലെ ഉടമസ്ഥ അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റും ഇക്വിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 34th വൺ. ദാറ്റ് ഈസ് ഗിവ് വൺ വേർഡ് ദ കമ്പോണന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ദാറ്റ് റിലേറ്റ് ടു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന കമ്പോണന്റ് ഏതാണ്, പ്ലേസ് ആണ്. ഏതാണ്, പ്ലേസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് B1 ആണ് പറയുന്നത് ദ കമ്പോണന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് വിച്ച് പെർസ്വേർഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ഏതെല്ലാം വരുന്നത്, പ്രൊമോഷൻ. ഓക്കെ, ഏതാണ് വരുന്ന, പ്രൊമോഷൻ ആണ്. ഓക്കെ, then 35th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് നെയിം എനി 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഏതൊക്കെയാണ് 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്, ട്രഷറി ബില്ല്, അതേപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ. ഇതൊക്കെ എന്താണ്, നമ്മളെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്നത്. സെക്ഷൻ ബിയിൽ ഓൾറെഡി പറഞ്ഞു 14 ക്വസ്റ്റ്യൻസ് ആണ് ഏതിലുണ്ടാവുക, സെക്ഷൻ ബിയിൽ ഉണ്ടായിരിക്കുക. ഈ 14 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും വെച്ച് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. 2 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നതും ഇതുപോലെ 2 മാർക്ക് വെച്ച് കിട്ടുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്ഷൻ സിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സെക്ഷൻ സി നമുക്ക് നോക്കാം. സെക്ഷൻ സിയിൽ എന്ന് പറയുമ്പോൾ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വരുന്നൊരു ടൈപ്പാണ് എന്ത്, സെക്ഷൻ സി. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനും മറ്റും, അതായത് ഓപ്ഷനിലും അതർ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 36th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഗീവ് ദ ഫുൾ ഫോം ഓഫ് ദ ഫോളോയിങ്. എന്താണ് ഫുൾ ഫോം ചോദിക്കണ്ടില്ലേ, ECB അതേപോലെ FCCB. എന്താ ECBന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ECBന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നതാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എന്താണ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. FCCBയിൽ പറയുന്നതാണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്. അപ്പൊ നിങ്ങൾ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കണം, നല്ലതാണ്. ECB എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്, ആൻഡ് FCCB എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ദാറ്റ് ഈസ് SFI. SFI പറയുമ്പോൾ എന്താണ്, സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് SFI പറയുന്നത്. GDR എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഓക്കെ, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ്. ദെൻ 37th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് State any 2 objectives of Make in India initiative of the Government of India. Government of India കൊണ്ടുവന്ന Make in Indiaയുടെ 2 ഒബ്ജക്റ്റീവ്സ് പറയാനാണ് പറയുന്നത്. ഒന്ന് എന്താണ്, നമ്മളെ ഉൽപാദനവും അതേപോലെ GDP എന്ത് ചെയ്യുക, വളർച്ച സംഭവിക്കാം. പിന്നെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എന്താ, തൊഴിൽ സാധ്യത എന്ത് ചെയ്യാണ്, കൂടുതൽ വർദ്ധിപ്പിക്കാം കേട്ടോ. തൊഴിൽ സാധ്യതകൾ കൂടുതലായിട്ടും ഉണ്ടാകും ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിലൂടെ. പിന്നെ പറയുന്നത് അതുപോലെ ഒന്നാണ് എന്ത്, ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയിൽ വരുന്ന 2 ബെനിഫിറ്റ്സ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യയിൽ വരുന്ന 2 ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് മെച്ചപ്പെട്ട ഭരണം സേവനങ്ങളും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ വഴി നമ്മളെ അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയാം. അതേപോലെ വർദ്ധിച്ച സാമ്പത്തിക തലത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഏതിൽ പറയുന്നത്, ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് 38th ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് എനി 2 ഫീച്ചർ ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിന്റെ 2 വിശേഷങ്ങൾ പറയാനാണ് പറയുന്നത്. നമുക്കറിയാം പരസ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തല്ല, വ്യക്തിഗതമല്ലാത്ത ഒന്നാണ് പരസ്യം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, നമുക്ക് ഈ പരസ്യം വഴി ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആശയങ്ങളായാലും അതുപോലെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു മീഡിയം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് എന്ത്, ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസ്മെന്റിൽ പറയുന്നത്. Then 39th ക്വസ്റ്റ്യൻ പറയുന്നതാണ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഓഫ് ട്രേഡ്. ഇവിടെ 2 ടേംസ് ഓഫ് ട്രേഡ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നെന്താണ്, ക്യാഷ് ഓൺ ഡെലിവറി. എന്താ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ, ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത് വാങ്ങുന്നയാള് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസ്യൂമർ പണം അടക്കുന്ന ഏർപ്പാടിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഫ്രീ ഓൺ ബോർഡ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ
സാധനങ്ങൾ ഗതാഗത കപ്പലിൽ കയറ്റുന്നത് വരെ വിൽപ്പനക്കാരൻ അവയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് അല്ലെ. ആ ഇത് സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, ആ ഒരു ടൈമിൽ അവിടെ ഉള്ള അപകട സാധ്യത, ആ ഒരു ചെലവ് അതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, ഫ്രീ ഓൺ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ 14th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കാണുമ്പോൾ വലുതായി തോന്നിയാലും ചെറിയ ആൻസർ ചെറുതായിരിക്കട്ടെ എപ്പോഴും ഇതിന്. ദാറ്റ് ഈസ് എന്താണ്, ലളിത് ഹാസ് ജോയിൻഡ് എ മാനുഫാക്ചറിംഗ് ഫേം ആസ് എ വർക്കർ. ഹി ഹാസ് റീസെന്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ ഷോപ്പ് ഫ്ലോർ. ദ മാനേജ്മെന്റ് ഈസ് ക്വൈറ്റ് ലിബറൽ ആൻഡ് ഹാസ് അലൗഡ് ദ വർക്കേഴ്സ് ടു ഫോം എ ഹോക്കി ക്ലബ്. ദ വർക്കേഴ്സ് അസംബിൾ ആൻഡ് പേ ഹോക്കി ഇൻ ദ ഈവനിങ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദെയർ വർക്ക്. വിത്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഹോക്കി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അവിടെ പറയുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണ്, അതിൻ്റെതായ നിയമങ്ങളോ അതേപോലെ ഒരു ഔദ്യോഗികമായിട്ടുള്ളതോ അംഗീകാരോ എന്നിവയൊന്നും ഇല്ലാതെ നമ്മളെ സഹപ്രവർത്തകരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇതിനാണ് ഏത് പറയുന്നത്, ഇൻഫോർമൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് 41th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് എനി വൺ ഫീച്ചർ. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സർക്കാർ എന്ത് ചെയ്യാണ്, ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഒരു പദ്ധതികൾക്ക് എന്ത് ചെയ്യാണ്, അതിന് വേണ്ട ധനസഹായം നൽകുക. ഓക്കെ, അത് നിർമ്മിക്കുക, അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതിന്റെ ഒരു സവിശേഷത പറഞ്ഞാൽ എന്താണ്, ഇവരെന്താണ് റിസ്ക് ഷെയറിംഗ് ആണ് അല്ലെ. എന്താണ് എന്താണ് റിസ്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫീച്ചർ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയി വന്നതാണ് എന്ത്, വാട്ട് ഈസ് വൺ പേഴ്സൺ കമ്പനി. അതെന്താ പേര് തന്നെ ഉണ്ട് അല്ലെ, ഒരാൾ സ്വമേധയോ ഒരു ഉത്തരവാദിത്തം എന്ത് ചെയ്യാണ് ഏറ്റെടുത്തിട്ട് അതിന്റെ കൺട്രോളും ഓണർഷിപ്പ് ഒക്കെ ആ ഒരു വ്യക്തിയിൽ തന്നെ തുടങ്ങുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഫീച്ചറും എന്തായിരിക്കും, അത് ലിമിറ്റഡ് ദാറ്റ് ഈസ് ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും എന്ന് പറയാം കേട്ടോ. നമുക്ക് അതിന്റെ ഫീച്ചർ ലയബിലിറ്റി എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഈസ് 42nd question, what is sales promotion and name any two promotional tool used by the business. എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി, അവരത് വാങ്ങിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ പ്രൊമോഷണൽ ടൂൾ നമുക്ക് പറയാം, ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫർ ഒരു സെയിൽസ് പ്രൊമോഷൻ ആണ്, ഫ്രീ ഓൺ സാമ്പിൾസ് എന്താണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ആണ്, ഡിസ്കൗണ്ട് എന്താണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്താ നെക്സ്റ്റ് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് നെയിം എക്സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷന്റെ 3 ഒബ്ജക്റ്റീവ്സുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഒബ്ജക്റ്റീവ്സ് എന്താ നമുക്കറിയാം അല്ലെ, എന്തൊക്കെയാണ്, എന്താണ് പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊമോഷനിലൂടെ നമുക്ക് എത്തിക്കാൻ കഴിയും, നമുക്ക് എന്താ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താണ് ലോങ് ടേമിൽ നമ്മളെ ഇതെന്താ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്തെന്ന് പറയുന്നത്, സെയിൽസ് പ്രൊമോഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമറുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി, ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റി അതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ 43rd ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, എന്താണ് ഒരു കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, എന്താ നമുക്ക് നോക്കാം അല്ലെ. ബെസ്റ്റ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഈസ് എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി. ദ പ്രൊഡക്ഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നീഡ് ടു വർക്ക് ടുഗദർ ടു എൻഷുർ ദ സ്മൂത്ത് ഓപ്പറേഷൻ. ദ സെയിൽസ് ടീം പ്രോമിസ്ഡ് ഏർലി ഡെലിവറി ഓഫ് കാർ ടു കസ്റ്റമേഴ്സ് ബൈ ദ പ്രൊഡക്ഷൻ ടീം കുഡ് നോട്ട് മീറ്റ് ദ ഡെഡ്ലൈൻസ് ഡ്യൂ ടു ഡിലേ ഇൻ റോ മെറ്റീരിയൽ സപ്ലൈ. ദിസ് ലെഡ് ടു കസ്റ്റമർ ഡിസാറ്റിസ്ഫിക്കേഷൻ ആൻഡ് എ ഡീക്ലൈൻ ഇൻ ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഈസ് മിസ്സിംഗ് ഇൻ ദ ബെസ്റ്റ് മാനുഫാക്ചറേഷൻ ലിമിറ്റഡ്. ഓക്കെ, ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് ഇവിടെ എന്താണ് ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അതെന്താ, അപ്പൊ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, കോർഡിനേഷൻ ആണ് കേട്ടോ. മെൻഷൻ എനി 2 പ്രോബ്ലം വിച്ച് ദ കമ്പനി ഈസ് ഫേസിംഗ് ബിക്കോസ് ഓഫ് ദ മിസ്സിംഗ് ഫംഗ്ഷൻ. ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെന്താണ് ഇവർക്ക് കറക്റ്റ് ആയിട്ട് റോ മെറ്റീരിയൽസ് കിട്ടിയില്ല അല്ലെ, അതെന്താ അവിടെ ഡിലേ വരാൻ സാധ്യത വന്നു അല്ലെ. അതേപോലെ എന്താണ് ഇവർക്ക് എന്തുണ്ട്, കമ്പനിന്റെ അതുകൊണ്ട് തന്നെ അത് മൂലം എന്ത് ചെയ്ത് കമ്പനിന്റെ റെപ്യൂട്ടേഷൻ കുറയാനും സഹായിച്ചു. അത് എന്ത് ചെയ്യാണ്, റെപ്യൂട്ടേഷൻ അവിടെ കുറയാൻ വേണ്ടിയിട്ട് കൂടി അവിടെ ദായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്, പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്.
ഓക്കെ, പിന്നെ പറയുന്ന ഒന്നാണ് നമുക്ക് ഏത് നോക്കാം. ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയുന്ന ഒന്നാണ് 14th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. എന്തൊക്കെയാണ് പറയുന്നത്? ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വലുമായിട്ട് ഒരു കസ്റ്റമറുമായിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൺലൈൻ വഴി, നമ്മൾ ഡിജിറ്റൽ വഴി സാധനങ്ങൾ, നമ്മൾ സേവനങ്ങൾ വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടെലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോൺ കോൾസുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിന് നേരിട്ട് നമ്മൾ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഏത് ഉദ്ദേശിക്കുന്നത്? ടെലി മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏതിൽ പറയുന്നത്? ടെലി മാർക്കറ്റിംഗിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഒന്നാണ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്ലാനിങ് പെർവാസീവ് ആണെന്ന് പറയുന്നുണ്ട്. പ്ലാനിങ് എന്താണ്? പെർവാസീവ് ആണ് പറയുന്നുണ്ട്. അതേപോലെ എന്താ പ്ലാനിങ് എന്താണ്? ദാറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. പ്ലാനിങ് എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ് പെർവാസീവ് ആണെന്ന് പറയുന്നത് നമ്മൾ എന്താ കാരണം നമുക്കറിയാം, പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം അടങ്ങിയതാണോ? അല്ല. പ്ലാനിങ് ഇൻവോൾവ്സ് ദ ഈച്ച് ആൻഡ് എവറി ലെവൽ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ലെവൽ ഓഫ് ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ട്. അതായത് എന്താ, ഓരോ സർക്കംസ്റ്റൻസ് അനുസരിച്ച്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പ്ലാനിങ്ങിന്റെ വേരിയേഷനും മാറും. അപ്പൊ പ്ലാനിങ് അതുകൊണ്ട് തന്നെ എന്താണ്? അതെന്താണ്? പെർവാസീവ് ആണ് നമുക്ക് പറയാം. സെക്കൻഡ് വൺ പ്ലാനിങ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമുക്കറിയാം അല്ലേ. അതെന്താ? പ്ലാനിങ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ടുള്ള അതിന്റെ അപ്ഡേഷനും അതിന്റെ റിവിഷൻസും അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതും ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അതും എന്താണ്? പ്ലാനിങ്ങും എന്ത് തന്നെയാണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് പ്ലാൻ ചെയ്ത ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ചിട്ട് നമ്മളെ ടാർഗറ്റ്സും ഗോൾസും നമുക്ക് അക്കോർഡിംഗ് ടു ദ മാനർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്? പ്ലാനിങ് എന്താണെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒന്നാണ് എന്ത്? എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യനിൽ വരുന്ന ഒന്നാണ് എന്ത്? ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി എന്ന് പറയും. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ലക്ഷ്യങ്ങൾ നമുക്ക് പറയാം അല്ലെ. അതെന്താ? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഷറബിൾ ഗോൾ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മളെ എയിം എന്താണെന്നുള്ളത് നമ്മൾ നേരെ നോക്കി കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ വേണം, നമുക്ക് അതിന്റെ ഡിസൈർഡ് ഔട്ട്കം എങ്ങനെയായിരിക്കും, ഇതൊക്കെ നോക്കി കാണുന്നതിനെയാണ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്ന പോളിസിയാണ്. പോളിസി പറയുമ്പോൾ നമ്മളെ കമ്പനിയിൽ വരുന്ന ഗൈഡ് ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൽ വരുന്നത് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതായിട്ട് വരുന്ന 46th ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് എന്ത്? വാട്ട് ആർ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ നാട്ടിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നിർമ്മിതമാക്കപ്പെട്ട സ്റ്റോറുകൾക്കാണ് അല്ലേ. അതെന്താണ്? ഓൺ ഔട്ട്ലെറ്റ്സുകൾ ആയിട്ടുള്ളത് അല്ലെ. റീറ്റെയിൽ ആയിട്ടുള്ള ഓൺ ഔട്ട്ലെറ്റ്സുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ മെമ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറുകൾക്കാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുന്നത് അല്ലേ. ഇതെന്താണ്? നമ്മൾ മെമ്പേഴ്സിന് എന്താണ്? അഫോർഡബിൾ ആയിട്ട്, അതേപോലെ ക്വാളിറ്റി ഗുഡ്സ് ഒക്കെ അവർക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം ഒന്നുകൂടിയാണ് എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളതാണ് ഇതിന്റെ ഒരു മെറിറ്റ്സ് പറഞ്ഞാൽ ലോ പ്രൈസസ് ആയിരിക്കും, അതേപോലെ ക്വാളിറ്റി ഗുഡ്സ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നതാണ് WTO GATT, ഗാട്ടും ഡിഫറൻസ് ചെയ്യാം. നമുക്കറിയാം WTO പറഞ്ഞാൽ എന്താ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. 1995 വന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? WTO എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇന്റർനാഷണൽ എന്താണ് ഓർഗനൈസേഷൻ ആണ്. നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസിനും അതേപോലെ നമ്മളെ വന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വന്ന ഒരു സംഘടന കൂടിയാണ് എന്തെന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഗാട്ട് ആണ്. ഗാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. 1947 വന്ന ഒരു ട്രീറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കച്ചവടത്തിലെ ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
പിന്നെ ഇതിൽ വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, റൈറ്റ് എ ഫ്രാഞ്ചൈസ് ഫോം ഓഫ് റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡിന്റെ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എടുക്കലുണ്ട് അല്ലേ, നമ്മൾ എന്താണ് ചിക്കിങ്, അതേപോലെ നമുക്ക് വരുന്ന KFC, ഇതൊക്കെ എന്താണ് ഫ്രാഞ്ചൈസ് ആയിട്ട് എടുക്കാറുണ്ട് അല്ലേ. എന്താണ് ഒരു കമ്പനിയുടെ അനുമതിയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സെയിം ഇതിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി തുടങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രാഞ്ചൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോയാലിറ്റി ഫീസ് നമ്മൾ ഫ്രാഞ്ചൈസർക്ക് കൊടുക്കേണ്ടി വരും തുടങ്ങുന്നതിന് മുന്നേ. പിന്നെ എന്താണ്, നമുക്ക് അവരുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ സെയിം ആയില്ല അവരുടെ ആ ഒരു തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ ഓൺലൈൻ 48th ക്വസ്റ്റ്യൻ ആണ്, ഓൺലൈൻ ട്രാൻസാക്ഷന്റെ സ്റ്റേജസ് പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഒരു ഓൺലൈൻ ട്രാൻസാക്ഷന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ വെബ്സൈറ്റിൽ നോക്കണം. പിന്നെ നമ്മൾ ആഡ് ടു കാർട്ടിലേക്ക് ആ പ്രൊഡക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പ്ലേസ് ചെയ്യും അല്ലേ പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ പേയ്മെന്റ് വിയ ഓൺലൈൻ വഴി നമ്മൾ അടക്കും. പിന്നെ നമ്മളത് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ, ഷിപ്പിംഗ് ചെയ്യും. പിന്നെ നമുക്ക് പോസ്റ്റ് ഡെലിവറി ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ആമസോണിന് ഫ്ലിപ്കാർട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഓർഡർ ചെയ്യുന്നുള്ളത് സ്റ്റേജസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയുന്നതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ്, ദാറ്റ് ഈസ് വാട്ട് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ സെക്യൂറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് സെക്യൂർ ചെയ്യുന്ന ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ എൻക്രിപ്ഷൻ, ഓക്കെ, എൻക്രിപ്ഷൻ പോലുള്ള ഒരുപാട് എന്തുണ്ട്, അങ്ങനെയുള്ള തലത്തിലുള്ളതൊക്കെ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ സെക്യൂറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ എൻക്രിപ്ഷൻ, അതേപോലെ വേറെ വരുന്നതാണ് 2 ഫാക്ടർ ഒതന്റിക്കേഷന്, ഓക്കെ, ഫ്രോഡ് ഡിറ്റക്ഷന്, ഇതൊക്കെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ്. നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ സെക്യൂർ ചെയ്യാൻ വരുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്, ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ 49th ക്വസ്റ്റ്യൻ. എന്താ 49th ക്വസ്റ്റ്യൻ പറയുന്നത്, ദാറ്റ് ഈസ് സൺപ്രിന്റ് ഇന്ത്യ ലിമിറ്റഡ് make greeting cards for different festivals and occasions. During the time of Diwali and New Year, the production and selling of cards reaches a new high. The company exists in an environment which is democratic and there are rules for every business firm. Once you step out of the company, there are customers, competitors, government, authority and almost everything one can think of. The company appears have promising future. However, the firm will have to understand the close relationship between various elements of business environment around it. Okay, in above case, which dimension of business is highlighted? ഏത് ബിസിനസ് ഹൈലൈറ്റ് ചെയ്തിരിക്കണം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മാക്രോ എൻവയോൺമെന്റ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ബി ക്വസ്റ്റ്യൻ ആണ്, വൈ ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ ബിസിനസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. എന്തൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നെന്താണ്, നമുക്ക് ത്രെട്ട്, ഭീഷണിയിലെ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ആയിട്ട്, ഈ ഒരു എൻവയോൺമെന്റ് സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്, ദെൻ ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈ ദ ഓൾട്ടർനേറ്റീവ് course of action, then evaluate the alternative course of action, selecting the best alternative and implementing the plan, and the at last one ആയിട്ട് പറയുന്നതാണ് എന്ത്, ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്, പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇതിന്റെ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഏതാണ്, നമ്മൾ ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സുകൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് ഓർഗനൈസിങ്ങിൽ വരുന്ന സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് എന്ത്, നമ്മൾ ജോലി തിരിച്ചറിയുക അല്ലെ, ഐഡന്റിഫൈങ് ദ ജോബ്. പിന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ് വരുന്നത്. പിന്നെ നമ്മൾ എന്താ, അസൈനിങ് ഡ്യൂട്ടീസ്, നമ്മൾ ചുമതല ഏൽപ്പിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കീപ് റിലേഷൻ അല്ലെ, ബന്ധങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്, ഏതായിട്ട് പറയുന്നത്, ദാറ്റ് ഈസ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇതിന്റെ ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സുകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ,
പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഡിസ്കസ് ദ എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ. ഓക്കെ, എന്തൊക്കെയാണ് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്? നമുക്കറിയുന്ന കാര്യം തന്നെയാണ് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഒന്നെന്താണ്? സിംപ്ലിസിറ്റി ആയിരിക്കണം. പിന്നെന്താണ്? ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ്, ഫോർസൈറ്റ്, ലിക്വിഡിറ്റി, ഓക്കെ, ഫ്ലെക്സിബിലിറ്റി, ലോങ് ടേം വ്യൂ. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ 51 ക്വസ്റ്റ്യൻസോളം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇതാണ് നിങ്ങൾക്ക് ഇത് മോഡൽ, ഈ ഒരു പാറ്റേൺ മോഡൽ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരിക. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.